വെൽക്കം ബാക്ക് മീ അൻഷു. അപ്പോൾ നമ്മൾ സീപ്പേൻ്റെ വീട്ടിൽ ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഗൈസ്. വെറുതെ എന്നപ്പോൾ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ച്. അപ്പം നമ്മളെ എൽസി ചെറുക്കനായിട്ട് ഒരു ഓഫ് റോഡിങ്ങിന് വന്നതിന് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ ചില്ല് ചെയ്യുന്നു. അതുപോലെ നമ്മളെ എൽസി ചെറുക്കനിൽ ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്, ബോണറ്റ് ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ചില്ലൊക്കെ മതിയായി നമുക്ക് പോകാനുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മൾ വീട്ടിലേക്കൊന്ന് പോയേക്കട്ടെ ഗൈസ്. ചളിയൊക്കെ ആവും വിചാരിച്ചതിന്, പക്ഷെ ചളിയൊന്നും ആയില്ല. എന്താ ഭാഗ്യത്തിന് ചളിയൊന്നും ആയില്ല ഗൈസ്. അപ്പോൾ ഏതായാലും ഇനി നമുക്കിവിടെ നേരെ നമുക്ക് പോയേക്കാം. നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. അപ്പം ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പം പിന്നെ ഒരു പവർ കൊടുത്താൽ നമ്മൾ പറക്കൂട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നേരെ എന്നൊരു സ്ഥലം വരെ പോകാണ്ട് ഗൈസ്. അപ്പം അവിടെ വരെ ഒന്ന് പോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീട്ടിൽ എത്തിയിട്ട് കാണാം. നമ്മൾ നേരെ പോയി ഒരു കുള്ളിയൊരു പാസ്സാക്കിയിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ നമുക്ക് ഏതായാലും സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും ഈ ഡോറൊന്ന് അടച്ചിട്ടേക്കാം. ഹൗസ് പിന്നെ സിവിക്കൊന്ന് വാഷ് ചെയ്യണം ഗൈസ്. സിവിക്ക് ഫുള്ള് ചളിയാണ്, കുറേ ദിവസം എടുത്തിട്ട്. അപ്പം ഇവിടെ നിന്ന് കടന്ന് ചളി ഇടിക്കുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് വാഷ് ചെയ്യണം. അപ്പം നേരെ നമുക്ക് പുറത്തെടുക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ സിവിക്ക് കൊണ്ടുപോയാണ് ഗരേജ് കൊണ്ടുപോയിടുകയാണ് കേട്ടോ ഗൈസ്. കാരണം ഇനി അങ്ങോട്ട് കൊണ്ടുപോയി നേരെ നമ്മളെ വണ്ടി ഇനിയും ചളിയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഗരേജ് കൊണ്ടുപോയിട്ടാണ്ട് നമുക്ക് എൽസി എടുത്ത് വരാം ഗൈസ്. എൽസി അതായത് നമുക്ക് നേരെ ഗരേജ് കൊണ്ടിടാം. അപ്പം ഗരേജ് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നേരെ നമുക്ക് ഇനി ഗരേജ് കൊണ്ടുപോയിട്ടിട്ട് എൽസി എടുത്ത് വരാം. എത്തിയിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകുന്നു കേട്ടോ ഗൈസ്. അപ്പം നേരെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കടവിടാം. അവിടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യണം. ജീവാക്കനൊന്ന് മാറി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോയി മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇവിടെ അതിൻ്റെ പമ്പും വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കിട്ടില്ല പമ്പ്. നമ്മൾ കൂടുതലും നമ്മളെ സാധനങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റും പിന്നെ പെട്രോൾ അടിക്കുന്ന ഈ ഒരു പമ്പ് എന്നാണ് കേട്ടോ ഗൈസ്. കൂടുതലും എന്ന് പറയാം, ഏറ്റവും കൂടുതൽ വേണം പറയാം. കാരണം നമ്മളെ അടുത്താണ് ഏറ്റവും കൂടുതൽ അടിക്കാറ് തന്നെ അല്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഇവിടെ വെക്കാം. നേരെ നമുക്ക് ഇറങ്ങാം ഗൈസ്. ഞങ്ങൾ ഇറങ്ങാണ്. ഇനി നേരെ പോയി സാധനങ്ങൾക്ക് ഓരോന്ന് പർച്ചേസ് ചെയ്ത് വരാം. അതിലങ്ങനെ പോയില്ല, ഏതാനൊക്കെ ഈ കാറൊക്കെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ച്. അതായത് നമുക്ക് നേരെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയേക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറാം. ഇതെന്താണ് ഗൈസ്, ഇയാളെന്താ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് വേണ്ടിയ സാധനമൊക്കെ മേടിച്ച് ഇവിടെ നേരെ പോകാം. ഇവിടെ ഒരാളും വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് ഗൈസ്. ഏതായാലും നമുക്ക് എന്തെങ്കിലും പൊരികളൊക്കെ വാങ്ങണം ഗൈസ്. കാരണം ഇനി നമ്മൾ ദുബായിക്ക് പോകണം ഗൈസ്. ദുബായിൽ എന്തെങ്കിലുമൊക്കെ കൊക്കക്കോളൊക്കെ വാങ്ങണം. നല്ല ദാഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കണം ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരാം. ഒരുപാട് നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇയാൾ പോയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി സാധനങ്ങൾ നമ്മൾ വണ്ടിയിലേക്ക് കൊണ്ടുപോയിടാം. അപ്പോൾ ഏതായാലും നമ്മൾ എൽസി ചേർക്കാണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൽസിയിലേക്ക് നേരെ സാധനങ്ങളൊന്ന് കൊണ്ടുപോയി വെക്കാം. അപ്പം നേരെ ഇനി നമുക്ക് സാധനങ്ങൾ എൽസിയിൽ വെക്കാട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും സാധനങ്ങൾ വെക്കട്ടെ. നേരെ നമുക്ക് സാധനങ്ങൾ ഡിക്കിയിൽ വെക്കാം. എന്നിട്ട് നേരെ നമുക്ക് ഇവിടുന്ന് പോകട്ടെ ഗൈസ്. ഡിക്കിയിൽ വെച്ചെന്ന് നേരെ നമുക്ക് പോവാം. ഒന്ന് മാറിക്ക് ചേട്ടോ, പോയി ഞാനൊന്ന് പോട്ടെ. ഒന്ന് മാറിക്ക് ചേട്ടോ. ഇയാളിത്
ഒക്കെ നേരെ ബാക്കടിച്ച് പോകേണ്ടി വരും ഗൈസ്. നേരെ ഞങ്ങൾക്ക് ബാക്കടിച്ച് പോകേണ്ടി വരും. അതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നേരെ ബാക്കടിച്ച് പോകേണ്ടി വരും ഗൈസ്. അപ്പം ഏതായാലും ഞങ്ങളിത് മുന്നേ വന്നു. ഏതായാലും നമ്മൾ നേരെ ബാക്കടിച്ച് പോവാണ്. അപ്പം നേരെ നമുക്ക് വീട്ടിലേക്കാണ് പോയേക്കാട്ടോ ഗൈസ്. എന്നിട്ട് വൈകിട്ട് കാണാം. നേരെ വീട്ടിൽ പോയിട്ട് കാണാം. പിന്നെ നമുക്ക് നേരെ ഗരേജിൽ വെക്കാൻ വണ്ടി. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ദുബായിക്ക് പോകല്ലോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിയോടെ വെച്ചാണ്ട് ഡോറടിച്ചാണ്ട് നേരെ നമുക്ക് വീട്ടിലേക്കാണ് കയറാം ഗൈസ്. ഏതായാലും ഇനി ഇതൊന്ന് അടിച്ചേക്കാം. എന്നിട്ട് നേരെ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി നേരെ വീട്ടിൽ പോകാനാണ് ഗൈസ് നമുക്ക്. അപ്പോൾ ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ചായ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരു തണുപ്പത്തെ ഒരു ചായ ഗൈസ് വല്ലാത്തൊരു വൈബ് തന്നെയാണ്. ഏതായാലും നമ്മൾ നല്ല ചായയൊക്കെ കുടിച്ച് നല്ല എനർജറ്റിക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോസ്റ്റ്യൂമൊന്നും ജസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതായാലും പോകല്ലേ ഗൈസ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഡോറൊക്കെ അടിച്ച് നമ്മൾ M5 ഇതായതുകൊണ്ട് നമ്മളെല്ലാ ലഗേജ് അതിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് M5ൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലഗേജൊക്കെ നമ്മൾ ബാക്കിൽ പാക്ക് ചെയ്ത് തന്നിട്ട് ഗൈസ്. പിന്നെ നമുക്ക് M5 എടുത്ത് ഇറങ്ങിയേക്കാം. ഇനി കുറച്ച് ദിവസം ഇവനെ ഓടിക്കാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ ഗൈസ്. ഇവിടെ ഒരു സങ്കടം ഉണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് സിറ്റി 1ലേക്ക് എത്തിയേക്കാം. സിറ്റി 1ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നേരെ പോയേക്കാം. ഏതായാലും നമ്മൾ പ്ലെയിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് നമ്മളെ വണ്ടി കൊണ്ടുപോയിക്കോളും. നമുക്ക് ഏതായാലും നമ്മൾ നേരെ പ്ലെയിനിൽ കയറി പെരുന്നാൾ പോയേക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷോപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഷോപ്പിൻ്റെ അവസ്ഥയൊക്കെ എന്തായാലും നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലെയിനിൽ പോകാൻ പോകുന്നുണ്ട് ഗൈസ്. ഇത് പ്രൈവറ്റ് അല്ല, അത് നമ്മളെ മച്ചാൻ്റെ പ്ലെയിനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ തന്നെ നമുക്ക് നേരെ ദുബായ് എത്തിയിട്ട് കാണാം. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വിൻറ്റേജ് വണ്ടിയാണ് ഗൈസ് ഈ വണ്ടി. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടുള്ളൂ ഗൈസ്. കിടില ഇൻറ്റീരിയറൊക്കെയാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ ഇന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയറാണ്. അപ്പോൾ ഇത്രയും കിടില ഇൻറ്റീരിയറൊക്കെയാണ് ഗൈസ് ഈ വണ്ടിക്കുള്ളത്. സ്റ്റിയറിംഗ് അങ്ങനെ കാണാൻ കൗതുകം ഗൈസ് ഈ വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ റൂമിൽ പോവാം. നമുക്ക് ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ വന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു മാസം ഐറ്റത്തെ പുറത്തിറക്കാനാണ്. നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് പറയാം. അതായത് നമുക്ക് നേരെ നമ്മളെ റൂമിൽ പോവാം. അപ്പോൾ റൂം ഏതാണ്ട് എത്താനായിട്ടുണ്ട് ഗൈസ്. ഞാൻ അധികം പോകാനില്ല. അപ്പം ചെറിയ ലാഗ് ഉണ്ട് ഗൈസ്. അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പം നേരെ നമുക്ക് റൂമിൽ പോയിട്ട് കാണാം. ഒരു ഹോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് ഏതായാലും ഈ ഹോട്ടലിൻ്റെ വിശദമായിട്ട് വരാം. പിന്നെ നമുക്ക് നല്ല റെസ്റ്റ് എടുക്കണം. നല്ല ക്ഷീണമുണ്ട് ഗൈസ്, യാത്രയുടെ ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. പിന്നെ നമ്മൾ LC ചേർക്കാൻ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ന്യൂ പജേറോ LC. അപ്പോൾ വണ്ടിയും നമ്മളവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയും പജേറോ കൂടിയാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ കുറച്ച് ദിവസം നമ്മൾ ഏതായാലും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ നിൽക്കുക. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് 2 വണ്ടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിയും ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ കാറ് ലോക്കാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂം കയറി ഒന്ന് കുറച്ച് ദിവസം ക്ഷീണമൊന്ന് മാറ്റണം ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ റൂമിലേക്കൊന്ന് കയറണം. എന്ത് സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത ഗൈസ്, അങ്ങനെ കയറാൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എങ്ങനെയൊക്കെ സ്റ്റെപ്പൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. നേരെ നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ റൂം. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക ഗൈസ്. അപ്പോൾ ഏതായാലും ഇത്രയുള്ള നമ്മൾ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.